സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയും യശോദയും കൂടി ഷാമയുടെ മ്യൂസിക് സ്കൂളിലെത്തുവാൻ കേട്ടോ. അങ്ങനെ അശ്വതി പറഞ്ഞ മാഡത്തിൻ്റെ അരികിലേക്ക് രാധികയും യശോദയും അവിടെ എത്തുവാണ്. അങ്ങനെ അവർക്ക് മുമ്പിൽ പർദ്ദയൊക്കെ ധരിച്ചിരിക്കുവാണ് കേട്ടോ ഷാമ രാധികയോട് പേരായിട്ട് പറയുന്നത് ഫിദ എന്നാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, ഇത്രയും വലിയ സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ സഹായത്തിന് വലുതിനായിട്ട് നിൽക്കാം. അന്നേരം അശ്വതി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല. ഈ മ്യൂസിക് സ്കൂൾ നോക്കി നടത്താൻ മാഡം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാണ്. പക്ഷേ എനിക്ക് മിക്കവാറും സമയങ്ങളിൽ മാഡത്തിൻ്റെ ഒപ്പം യാത്ര ഉണ്ടാകും. അതുകൊണ്ട് രാധിക വേണം ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുക്കാനായിട്ട്. അത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ രാധികയും യശോദയൊക്കെ. ഈ സമയം ഷാമയും പറയണേ, അതേ മോളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മോളെതിരൊന്നും പറയരുത്. മോൾക്ക് ഈ മ്യൂസിക് സ്കൂൾ നല്ല നിലയിൽ നടത്താൻ പറ്റും. മോളിങ്ങ് വാ, ഇനി ഈ കസേരയിലാണ് മോളിരിക്കേണ്ടത് എന്നും പറഞ്ഞ് ഷാമ എണീറ്റിട്ട് ഷാമ ഇരുന്നിരുന്ന ആ കസേരയിലെ രാധികനെ പിടിച്ചിരുത്തുവാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ യശോദ. അന്നേരം യശോദ സന്തോഷത്തോടെ പറയണേ, കൂടെ വിളിപ്പിച്ചപ്പോൾ ഇങ്ങനൊരു സ്വപ്നം കാണാനാണെന്ന് അമ്മ പ്രതീക്ഷിച്ചില്ല. അമ്മക്ക് ഒത്തിരി സന്തോഷമായി എന്നും പറഞ്ഞ യശോദ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും രാധികയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുവാണ്. അത് കേൾക്കുമ്പോൾ രാധികയ്ക്കും ഷാമക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് രാധിക നേരെ ചെല്ലുന്നത് കുട്ടികളുടെ അരികിലേക്കാണ്. അങ്ങനെ അവർക്ക് മുമ്പിൽ വെച്ച് രാധിക പാട്ടൊക്കെ പാടുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ട് അതിൽ ലയിച്ച് നിൽക്കുവാണ് ഷാമ. പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം രാധികയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ ഷാമ. എന്നിട്ട് പറയണേ, ഞാൻ നിന്നെ സ്വീകരിക്കുവാണ് എൻ്റെ സ്വന്തമായിട്ട്. അങ്ങനെ ഷാമയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ രാധികയ്ക്ക് കൂടുതൽ സന്തോഷമാകുവാണ്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന രാധിക ഫിദ മാഡത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. രാധിക ദേവനോട് യശോദയോടിട്ട് പറയണേ, ഞാനവിടെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫിദ മാഡം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ശരിക്കും എനിക്ക് അമ്മയുടെ കൈകളുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നിയത്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഉറക്കം വരാതെ വരുൺ രാധികയുടെ ഫോട്ടോ എടുത്ത് അതിൽ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ചന്ദ്രശേഖരനും ഗൗതമും ഉർവശിയൊക്കെ കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാ ഞാനിപ്പോൾ നിനക്ക് നേടിത്തന്നിരിക്കുന്നത്. നാളത്തോടെ വരുൺ ഈ നാട്ടിൽ നിന്നേ പോകും. പിന്നീട് കണിമുഖത്തെ മുഴുവൻ സ്വത്തുക്കൾക്ക് അവകാശി നീയാണ്. അങ്ങനെ അതൊക്കെ കേട്ട സന്തോഷത്തോടെ ഇരിക്കുവാണ് ഗൗതം. പിന്നീട് കാണിക്കുന്നത് മുറ്റത്തുകൂടി നടക്കുമായിരിക്കും പരമേശ്വരൻ. ആ സമയം ഗൗതം പതിയെ പിന്നിലൂടെ വന്ന് കഴുത്തിലൊരു തുണി വെച്ച് മുറുക്കി പരമേശ്വരനെ കൊല്ലാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.